ഹായ് ഓൾ, നമുക്കിന്ന് ക്യാൻവ യൂസ് ചെയ്ത് ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ഫോട്ടോയ്ക്ക് ഒരു ഗ്ലോ എഫക്റ്റ്, ഗ്ലോ ഔട്ട്ലൈൻ എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഫസ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്യാം. നമുക്കിന്നൊരു പോസ്റ്റർ ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റർ സെലക്ട് ചെയ്യാം. പോസ്റ്റർ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കൊടുക്കുമ്പോൾ അതിനൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എലമെൻറ്റ് ടാബിൽ പോയിട്ട് ഡാർക്ക് ഗ്രഞ്ച് എന്ന് കൊടുക്കുക. അവിടെ ഒത്തിരി നമുക്ക് ഡാർക്കുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരെണ്ണം എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരെണ്ണം എടുത്തു. സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പം ഫുൾ ബാക്ക്ഗ്രൗണ്ടും ഇമേജിൽ സെറ്റാവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ, ഞാനിവിടെ വെറുതെ ഒരു റാൻഡമായിട്ട് ഒരു വിമൻ ഫാഷൻ എന്നടിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് അത് എടുക്കാം. ഞാൻ വെറുതെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ വിചാരിച്ചു. വിമൻ ഫാഷൻ എന്ന് ടൈപ്പ് ചെയ്തു. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോയ്ക്ക് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഫോട്ടോ സെലക്ട് ചെയ്യുക, വീണ്ടും എഡിറ്റ് ഫോട്ടോയിൽ പോവുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവായി, ഫോട്ടോ സെറ്റായി. ഇനി ഫോട്ടോ നമുക്ക് റീസൈസ് ചെയ്ത് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നോക്കിയാൽ പ്ലേസ് ചെയ്യാം. റീസൈസ് ചെയ്യുക, പിന്നെയും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, വീണ്ടും എഡിറ്റ് ഫോട്ടോയിൽ പോവുക. അതിൽ ഷാഡോ എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്. ഷാഡോ കൊടുക്കുക. ഷാഡോയിൽ ഗ്ലോ എഫക്റ്റ് കൊടുക്കുക. നമുക്ക് ഗ്ലോ എങ്ങനെ വേണോ ചെയ്യാം, ഏത് കളർ വേണോ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഡാർക്കാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. നമുക്കത് ഗ്ലോ ഒരു വിസിബിൾ ആകണമെങ്കിൽ, നമ്മളൊരു കോൺട്രാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കളർ കൊടുക്കണം. നമ്മൾ വൈറ്റ് കൊടുത്തിട്ട് അതിന് ഇൻറ്റൻസിറ്റി കൂട്ടി. ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഒരു ഫോട്ടോയിൽ ഗ്ലോ എഫക്റ്റ് കൊടുക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഗ്ലെൻടെക്.